നമസ്തേ, എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതെ, നമസ്തേ. ഞാൻ കൃഷ്ണരാജ്, ഞാൻ രോഹിണി മഹേഷ്. ഏതായാലും ആഴ്ചകൾ നീണ്ട വലിയ പ്രചാരണങ്ങൾക്കൊടുവിൽ കേരളം വോട്ടിട്ടത് മെനിങ്ങാന്നാണ്. ആ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയായത് 2 ദിവസം മുൻപാണ്. ഇന്ന് ആരാകും തദ്ദേശങ്ങളിൽ അധികാരത്തിലേക്ക് എത്തുക എന്നറിയാനുള്ള കാത്തിരിപ്പിന്റെ പകൽ തുടങ്ങുകയാണ്. വലിയ ആകാംക്ഷയിലാണ് തീർച്ചയായും. കാരണം വലിയ പ്രതീക്ഷയിലാണ് BJPയും NDAയും. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ മുന്നോട്ട് കുതിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. UDFനാകട്ടെ ഇതൊരു വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. കാരണം ഒരുപക്ഷെ സെമി ഫൈനൽ പോരാട്ടമാണെന്ന് വിലയിരുത്തലുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ആര് എന്ന് കാണിച്ചുകൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം അത്രമേൽ ജനവിരുദ്ധ വികാരമുണ്ടെന്ന് വിലയിരുത്തപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ വാർഡുകളിൽ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ വ്യക്തി ബന്ധങ്ങൾ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. ഒരാൾ ആ വാർഡിൽ, അത് ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും, അയാൾ ആ വാർഡിൽ എങ്ങനെ പ്രവർത്തിച്ചു, അയാൾ ആ വാർഡിനെ കൊണ്ടുപോയത് എങ്ങനെ, ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടോ, ജനങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടോ എന്നത് വലിയ നിർണായക ഘടകമാണ്. തീർച്ചയായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം, പ്രധാന ഘടകം എന്ന് പറയുന്നതും അതുതന്നെയാണ്. കാരണം ജനങ്ങൾക്ക് കൂടുതൽ പരിചിതമായ മുഖങ്ങളായിരിക്കും അവരുടെ ഭരണ നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ചെയ്തില്ല എന്നുള്ള കൃത്യമായ വിലയിരുത്തലുകൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതായത് രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾ വോട്ടായി മാറാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും 2-3 തവണ ഒഴിച്ച് എല്ലാ കാലത്തും LDFന്റെ മേൽക്കോയ്മയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷെ ഇത്തവണ തുടർഭരണം കിട്ടിയെന്ന ധാർഷ്ട്യം, അഹങ്കാരം, അതൊക്കെ ജനങ്ങൾക്ക് മേൽ പ്രയോഗിച്ചു എന്നൊരു ആരോപണം കേരളത്തിന്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ സജീവമാണ്. അതെങ്ങനെ പ്രതിഫലിക്കും? അത് മാത്രമല്ല, കൃഷ്ണ നേരത്തെ പറഞ്ഞതുപോലെ UDFന് ഇതൊരു പോരാട്ടമാണെങ്കിൽ, ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വേദിയാണെങ്കിൽ, LDFനെ സംബന്ധിച്ചിടത്തോളം അതേ പ്രതിരോധം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഭരണ വികാരമുണ്ടെന്ന് സമ്മതിക്കാനും ഞങ്ങൾ പഠിച്ചു തുടങ്ങുന്നുവെന്ന് പതിവ് പോലെ പറഞ്ഞു തുടങ്ങാനുള്ള ഒരു സമയമാണ്. പക്ഷെ UDFന് അങ്ങനെയല്ല. കാരണം ഈ സാഹചര്യത്തിലും പിന്നോട്ട് പോയാൽ നിങ്ങൾ എന്ത് പ്രതിപക്ഷമാണ് ഹേ എന്ന് ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരും. മറ്റൊന്ന്, നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവരാണ് NDA BJP. കാരണം കഴിഞ്ഞ വർഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കി, കഴിഞ്ഞ തവണ ഇത്തവണ അതിലേറെ മുന്നേറ്റം ഉണ്ടാക്കും. പലയിടങ്ങളിൽ കോർപ്പറേഷനുകളാകട്ടെ, ജില്ലാ പഞ്ചായത്തുകളാകട്ടെ, ബ്ലോക്ക് പഞ്ചായത്തുകളാകട്ടെ. അത് മാത്രമല്ല, കൃഷ്ണൻ പറഞ്ഞതുപോലെ അടിത്തറയിൽ നിന്ന് തന്നെയാണ് NDA ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ കണ്ടതാണ്, എല്ലാ ജില്ലകൾ കേന്ദ്രീകരിച്ചും പലയിടങ്ങളിലും പ്രാദേശിക തലത്തിലുള്ള അവരുടെ സ്വാധീനവും അതോടൊപ്പം അവർ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതുമൊക്കെ. മാത്രമല്ല, വിവാദങ്ങൾക്ക് പിന്നാലെ പോകാനായിരുന്നു LDFന്റെയും UDFന്റെയും താല്പര്യം. സ്വർണ്ണ കവർച്ച ഒരു വശത്ത്, മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ദിലീപ് വിഷയത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് UDF കൺവീനർ എത്തുന്നു. അങ്ങനെ പല പല രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അവർക്കെങ്കിൽ. BJPക്ക് അങ്ങനെയായിരുന്നില്ല. വികസിത ഭാരതം എന്ന കൺസെപ്റ്റ്, അതിൽ നിന്ന് വികസിത കേരളം എന്ന കൺസെപ്റ്റ്. തിരുവനന്തപുരത്താണെങ്കിൽ വികസിത തിരുവനന്തപുരമാണ് ഞങ്ങളുടെ ലക്ഷ്യം, കൊച്ചിയിലാണെങ്കിൽ വികസിത കൊച്ചിയാണ്, പാലക്കാടാണെങ്കിൽ വികസിത പാലക്കാടാണ്. അങ്ങനെ വികസിതമായൊരു നാടിന്റെ സമഗ്ര മാറ്റത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കൂ എന്ന വലിയൊരു കൺസെപ്റ്റാണ്. സുരേഷ് ഗോപി ഒരു തവണ പറഞ്ഞു, വിവാദങ്ങളൊക്കെ ഒരു വശത്ത് നടക്കട്ടെ, ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് മാങ്കൂട്ടത്തിനെ കുറിച്ചല്ല, ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ദിലീപിന്റെ വിഷയമല്ല. സ്വർണ്ണക്കവർച്ച ഞങ്ങൾ പറയും, കാരണം ജനകീയ വിഷയമാണ്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് വികസിതമായൊരു ഗ്രാമം, വികസിതമായൊരു നഗരം, അത് ഞങ്ങളിലൂടെ സാധ്യമാക്കാൻ കഴിയും. അത് മാത്രമല്ല, നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നമ്മൾ കണ്ടതാണ്, തിരുവനന്തപുരത്ത് ഏത് രീതിയിലാണ് വികസിത അനന്തപുരി എന്നുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എവിടെയാണ് ആദ്യം തുടങ്ങിയത് എന്നുള്ളതാണ്. അതായത് വളരെ പ്രാദേശികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ തിങ്ങിക്കൂടി താമസിക്കുന്ന കോളനികളിൽ ഉൾപ്പെടെയാണ് നേരിട്ട് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയത്. എന്നിട്ട് അവർക്ക് നൽകിയ വാഗ്ദാനം എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്ന് തന്നെയായിരുന്നു. മാറ്റമായിരുന്നു മുന്നോട്ട് വെച്ചത്. നമുക്ക് വിവിധയിടങ്ങളിൽ നമ്മുടെ റിപ്പോർട്ടർമാർ സജ്ജമാണ് ഈ രാവിലെ തന്നെ. അപ്പോൾ ശാലിനിയിലേക്ക് ആദ്യം പോകാം എന്ന് തോന്നുന്നു. ശാലിനി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെയാണ് തിരുവനന്തപുരം നഗരസഭയുടെ വോട്ടുകൾ എണ്ണാനിരിക്കുന്നത്. ശാലിനി, നേരം വെളുത്തു, ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായിട്ടുണ്ടാകും. അതല്ല, ഈ BJPയുടെ വലിയ പ്രതീക്ഷകൾ സജീവമായി നിൽക്കുന്ന ഒരിടമാണ്. ഇന്നലെ ഒരു CPM സുഹൃത്തിന്റെ പോസ്റ്റ് കണ്ടിരുന്നു.
അടിപതറുമോ എന്ന സംശയം പങ്കുവെച്ചുകൊണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ ഭയക്കുന്നുണ്ട് CPM. അങ്ങനെയെങ്കിൽ അത് സ്വാഭാവികമായും നിലവിലെ പ്രതിപക്ഷമായ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകും, നിലവിലുള്ള ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും. എന്താണ് മാർ ഇവാനിയോസ് കോളേജ് പരിസരത്തെ ഈ പ്രഭാത കാഴ്ചകൾ? കൃഷ്ണരാജ്, രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്ന ഒരു പുലർക്കാലമായിരിക്കാം ഇതെന്നുള്ള പ്രതീക്ഷയോടെയാണ് മാർ ഇവാനിയോസ് കോളേജിൻ്റെ ക്യാമ്പസിനുള്ളിൽ നമ്മൾ നിൽക്കുന്നത്. സർവോദയ വിദ്യാലയത്തിലാണ്. ഇവിടെയാണ് തിരുവനന്തപുരം നഗരസഭ ഒരുപക്ഷെ കേരളത്തിൻ്റെ എല്ലാ അറ്റത്തു നിന്നും നോക്കുകയാണെങ്കിലും ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു നഗരസഭ അത് തിരുവനന്തപുരമാണ്. ആ തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകൾ ഡീലിമിറ്റേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം സെഞ്ചുറിയിൽ നിന്നും 101ലേക്ക് എത്തി ആദ്യമായി ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനായി കാത്തിരിക്കുകയാണ് 101 വാർഡുകൾ. ആ വാർഡുകളുടെ വോട്ടുകൾ എണ്ണുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കോമ്പൗണ്ടിനുള്ളിലാണ്. നമുക്കിവിടെ ഒരു വാർഡുകളുടെ എണ്ണമൊക്കെ കാണാം. വാർഡ് 1 മുതൽ 26 വരെ, ബൂത്ത് 1 മുതൽ 51 വരെ എണ്ണുന്നത് RO റൂം നമ്പർ 1ലാണ്. റൂം നമ്പർ 2ൽ വാർഡ് 27 മുതൽ 51 വരെ, ബൂത്ത് നമ്പർ 160 മുതൽ 312 വരെ ആയിരിക്കും ഉണ്ടാവുക. റൂം നമ്പർ 4ൽ അതായത് വാർഡ് 77 മുതൽ 101 വരെ, ബൂത്ത് നമ്പർ 488 മുതൽ 655 വരെ ഇവിടെയാണ് എണ്ണുന്നത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയായി, ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കുകയും ചെയ്യും. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു മാറ്റത്തിൻ്റെ കാറ്റ് ഇത്തവണ അനന്തപുരിയിൽ വീശുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് NDA ക്യാമ്പുകളുള്ളത്. അതേസമയം ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഒരു ഭാഗത്തുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരു പക്ഷേ അതിന് ഉദാഹരണമായി പറയേണ്ടി വരും. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഒപ്പം തന്നെ തിരുവനന്തപുരം നഗരസഭ, മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു 8 മണിയോടുകൂടി ആദ്യ ഫലസൂചനകളൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റ് EVM മെഷീനുകളൊക്കെ എണ്ണി പോളിംഗ് ശതമാനവും ഒപ്പം തന്നെ റിസൾട്ടും ഒക്കെ നമുക്ക് അറിയാനും സാധിക്കും. എന്നാലും വളരെ പ്രതീക്ഷയോടു കൂടിയാണ് മുന്നണികൾ കഴിഞ്ഞ 30 ദിവസത്തോളം നീണ്ടുനിന്ന പ്രചരണം നടത്തിയത്. ആ പ്രചരണത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ മുന്നണികളും. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് ആശങ്കയുണ്ട്, ഒരു ഭാഗത്ത് വിമർശനമുണ്ട്. ഭരണമുരടിപ്പ് ചൂണ്ടിക്കാട്ടിയുള്ള തെരഞ്ഞെടുപ്പായിരുന്നു നടന്നതെന്ന് വിലയിരുത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായി തന്നെയാണ് 3 മുന്നണികളും കാണുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇവിടെ ജയിച്ചാൽ, തലസ്ഥാനം പിടിച്ചാൽ കേരളം പിടിച്ചു എന്നുള്ളൊരു ആകാംക്ഷ അല്ലെങ്കിൽ അത്തരത്തിലൊരു പറച്ചിലൊക്കെ പൊതുവേ സാധാരണഗതിയിലുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയൊക്കെ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ മുന്നണികളും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ദിവസത്തിൽ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് പ്രകാരമാണെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ 16 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഈ സർവോദയ ഉൾപ്പെടെ ഈ കോമ്പൗണ്ടിൽ മാത്രമായി 4 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ നഗരസഭയുടേതായി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ 16 വോട്ടെണ്ണൽ കേന്ദ്രത്തോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ കേന്ദ്രം മാർ ഇവാനിയോസ് കോളേജിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സർവേദയ വിദ്യാലയത്തിലെ സെന്റ് ജോർജ് ബിൽഡിംഗിന്റെയും ഒപ്പം തന്നെ ലിറ്റിൽ ഫ്ലവർ ഗ്രൗണ്ടിന്റെയും മധ്യഭാഗത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ഹാളിലാണ് 2 ഭാഗങ്ങളിലായിട്ടാണ് 1 മുതൽ 26 വരെയുള്ള വാർഡുകളിലെയും 27 മുതൽ 51 വരെയുള്ള വാർഡുകളിലെയും വോട്ടുകൾ എണ്ണുന്നത്. 52 മുതൽ 76 വരെയുള്ള വാർഡുകളിലേത് മാർ തിയോഫിലിക്സ് ട്രെയിനിങ് ബാഡ്മിന്റൺ കോർട്ടിലും 77 മുതൽ 101 വരെയുള്ള വാർഡുകളിലെ വോട്ടുകൾ സർവോദയ വിദ്യാലയത്തിലെ ബേസ്മെന്റ് ഫ്ലോർ ബസ് ഗാരേജിലുമാണ് എണ്ണുന്നത്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലും സമാനമായി തന്നെ വോട്ടെണ്ണൽ ക്രമീകരിച്ചിട്ടുണ്ട്, വോട്ടെണ്ണൽ കേന്ദ്രം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്, വരണാധികാരികൾ എത്തിയിട്ടുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരിപ്പോൾ അല്പസമയത്തിനകം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സ്ട്രോങ് റൂം തുറക്കും. സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം വോട്ടെണ്ണൽ പ്രത്യേകമായി ഓരോ ടേബിളിലേക്കും, അതായത് 4 ഇടങ്ങളിലേക്ക് ക്രമീകരിച്ചിട്ടുള്ള ആ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ബോക്സുകൾ എത്തും. അതിനുശേഷം അതിൻ്റെ ഓപ്പണിംഗ്, മറ്റ് നടപടിക്രമങ്ങൾ, വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വികസിത അനന്തപുരി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ BJP നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് വികസിത അനന്തപുരിക്കൊപ്പം തന്നെ വികസിത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെയാണ് അവർ നടത്തിയത്. പ്രത്യേകിച്ച് ഒരു മാറ്റം വരണം, മാറാത്തതിന് മാറുമെന്നുള്ള ഒരു ആപ്തവാക്യം മുന്നിൽ നിർത്തിക്കൊണ്ട്, ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രചരണം നടത്തിയത്. പ്രത്യേകിച്ച് ഓരോ വാർഡുകളിൽ ഉണ്ടായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം തന്നെ പ്രാദേശികമായി ഉണ്ടായിരുന്നിട്ടുള്ള വിഷയങ്ങൾക്കപ്പുറം മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടവുമായി ഉയർന്നു വന്ന
ഉയർന്ന ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ, അന്വേഷണമൊക്കെ ഒരു ഭാഗത്ത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നു. മറുഭാഗത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഭരണമുരടിപ്പ്, തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും അരങ്ങുവാണ് 5 വർഷം. ആ 5 വർഷത്തെ വിലയിരുത്തലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് CPM തന്നെ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില മാധ്യമങ്ങളും ചില പ്രവർത്തകരും ഒക്കെ വിമർശനമായി ഉന്നയിച്ചതുപോലെ തന്നെ പല പ്രചരണങ്ങൾക്കും മേയർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വിമർശനമായി ഉന്നയിക്കുന്നത്. അഴിമതി, കെടുകാര്യസ്ഥതയൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്ന് പല ലോക്കൽ കമ്മിറ്റികളും പല ഏരിയ കമ്മിറ്റികളും തന്നെ അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. രോഹിണി നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. തിരുവനന്തപുരം പോലെ സംസ്ഥാന തലസ്ഥാനത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു നഗരസഭയുടെ ഭരണത്തിൽ എത്തിയത് 21 വയസ്സുള്ള ഒരു വനിതയായി, യുവതിയായി. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ചിന്തിച്ചു മാറ്റത്തിന്റെ വിപ്ലവം സ്വാഭാവികം. പക്ഷേ 5 വർഷങ്ങൾക്കിപ്പുറം ആ മേയർ സ്ഥാനാർത്ഥിയാകുന്നില്ല. മാത്രമല്ല, അപ്പോൾ സ്വാഭാവികമായി പറയാം മേയറെ മാറ്റി നിർത്തുന്നതാണ്, തൽക്കാലം മത്സരിക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ സീറ്റില്ല എന്നൊക്കെ പറയാം. പക്ഷെ ആ മേയറെ കൂടെ ഇരുത്തി വേണ്ടേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ? അതുണ്ടായില്ല. പിന്നെ എവിടെയാണ് മേയർ ഉണ്ടായത്? തെരഞ്ഞെടുപ്പ് വേളകളിലൊന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പലപ്പോഴും ഇങ്ങനെ പ്രതിപക്ഷത്തു നിന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ നിങ്ങളുടെ മേയർ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മേയറെ ഒരു പക്ഷേ ഈ പൊതുജനത്തിന്റെ മുന്നിലേക്ക്, സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ LDF ഭയക്കുന്നുണ്ടായിരുന്നു. എന്താണ് ആ ഭയത്തിന്റെ കാരണം എന്നുള്ളതാണ്. അതാണ് ശാലിനി അത് പറയണം. എന്തുകൊണ്ട് മേയറെ സജീവമായി മുന്നിലിറക്കാൻ? ഇപ്പൊ മത്സരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായി എല്ലായിടത്തും പോകാമല്ലോ. ശരി, കോൺഗ്രസിലേക്ക് വന്നാൽ ഇപ്പോൾ ശബരിനാഥ് മത്സരിച്ചു, മേയർ സ്ഥാനാർത്ഥി എന്ന പേരിൽ മത്സരിപ്പിച്ചു. ശബരിനാഥ് ഈ 101 ഇടങ്ങളിലും താൻ മത്സരിക്കുന്ന കവടിയാറിൽ മാത്രമല്ല ബാക്കി 100 പ്രചാരണത്തിന് പോകേണ്ടി വന്നു. അതുപോലെയാണ് BJP-ക്കും ആരൊക്കെ മുന്നിൽ നിർത്തി VV രാജേഷ് അടക്കമുള്ളവർ സജീവമായി എല്ലായിടത്തും ഉണ്ടായിരുന്നു. സ്വാഭാവികമായ ഒരു പ്രക്രിയ. മത്സരിച്ചിട്ട് പോലും അവർക്കൊരു വാർഡിൽ മത്സരിക്കേണ്ടതുണ്ട്, അവരുടെ പ്രചാരണം നടത്തേണ്ടതുണ്ട്. എന്നിട്ട് പോലും അവർ പ്രചാരണത്തിനിറങ്ങി. മത്സരിക്കുക പോലും ചെയ്യാത്ത മേയർ എവിടെ എന്ന ചോദ്യത്തിന് എന്തുത്തരമാണ് ഇടതർ പറഞ്ഞത്? ശാലിനി, കൃഷ്ണരാജ്, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തടക്കം മേയർ ഊട്ടിയെ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു ഒരു ഭാഗത്ത് CPM ഇതിനുള്ള വിശദീകരണമായി നൽകിയത്. മറുഭാഗത്ത് മേയർ തിരക്കിലാണ്, മേയർ പലയിടങ്ങളിലും ഗൃഹസമ്പർക്കം അടക്കം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരു ഭാഗത്ത് CPM നടത്തിയിട്ടുള്ള പ്രചരണം. പക്ഷേ നമ്മൾ മാധ്യമങ്ങളൊക്കെ കണ്ടതാണ്, പല ഇടങ്ങളിലും ഗൃഹസമ്പർക്കം നടത്തി പല മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മേയർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ, ഒരു വനിത എന്ന നിലയിലൊക്കെ വലിയ രീതിയിൽ ഖാദി നേടിയ അധികാര കസേരയിൽ എത്തിയ ഒരാളാണ്. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് പടുകുഴിയിൽ, അഴിമതിയുടെ പടുകുഴിയിൽ വീണുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ മേയർക്കെതിരെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവാർഡ്, കാശ് കൊടുത്ത് നഗരസഭയ്ക്ക് വേണ്ടിയിട്ട് അവാർഡുകൾ വാങ്ങുന്നു, വിദേശത്തടക്കം പോയത് നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്, ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച പണം ഉപയോഗിച്ചാണ്. കൂടാതെ തന്നെ കിച്ചൺ മിൻ അഴിമതി, നിരവധിയായിട്ടുള്ള മറ്റഴിമതി, SC/ST വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ലാപ്ടോപ്പ് നൽകാനുള്ള പണം, അത് കെടുകാര്യസ്ഥയിലൂടെ അഴിമതി നടത്തി അർഹരല്ലാത്തവർക്ക് വേണ്ടി ആ പണം ദുർവിനിയോഗം ചെയ്തു. ഒപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തി. റോഡുകളൊക്കെ പൊട്ടിപ്പൊളിയുന്ന സാഹചര്യം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ നിർമ്മാണം കഴിഞ്ഞ് ഒരു ഭാഗത്ത് വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ട് മറുഭാഗത്ത് വാഹനങ്ങൾ ഓടാൻ കഴിയാത്ത ദിവസം. പിന്നെ വെള്ളം, നിരവധി ഇടങ്ങളിലേക്ക് ഇപ്പോഴും വാട്ടർ കണക്ഷൻ എത്തിയിട്ടില്ല. മാലിന്യമുക്തമാണ് എന്ന് തലസ്ഥാന നഗരമടക്കം പ്രഖ്യാപിച്ചിട്ടും മാലിന്യമുക്തമാകാതെ തലസ്ഥാന നഗരം മാറുന്നു. അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ, അഴിമതികൾ, ഒപ്പം തന്നെ കെടുകാര്യസ്ഥതയൊക്കെ മേയർക്കെതിരെ ഉയർന്ന 5 വർഷങ്ങളായിരുന്നു. അതിനെ മറികടക്കാൻ മേയർക്ക് കഴിഞ്ഞിട്ടില്ല. അതുതന്നെ ആയിരിക്കാം സാധാരണ വോട്ടർമാരിൽ നിന്ന്, സാധാരണ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാനുള്ള ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ മേയർ തന്നെ പറഞ്ഞത്, മേയറുടെ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ ഈ മേയറുടെ പ്രവർത്തന മേഖല ഇനി കോഴിക്കോട്ടേക്ക് മാറ്റാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതല്ല യഥാർത്ഥ കാരണമെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള. മേയർ അടക്കമുള്ളവർക്കുള്ള ഒരു വിലയിരുത്തൽ കൂടിയായിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത്. എന്തായാലും 40-45 സീറ്റുകൾ ലഭ്യമാകും എന്നുള്ളതൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ നടന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്
CPM-ന്റെ പ്രതീക്ഷ. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു 35-40 അവരുടെ പ്രതീക്ഷകൾ താഴ്ന്നു, അല്ലെങ്കിൽ ആ പ്രതീക്ഷ അസ്തമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10 സീറ്റുകളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. K. ശബരിനാഥിനെ ഇറക്കിക്കൊണ്ട് ഒരു ശക്തി കേന്ദ്രമടക്കം പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. 10-നപ്പുറം കൂടുതൽ സീറ്റുകൾ പിടിക്കാമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു മുന്നേറ്റത്തിനുള്ള സമയം എന്നുള്ളതാണ് കോൺഗ്രസ് അടക്കം വിലയിരുത്തുന്നത്. ഏകദേശം ഭരിക്കാനുള്ള സീറ്റ് ലഭ്യമാകും കോൺഗ്രസിന് അനന്തപുരിയിൽ എന്നുള്ളതാണ് അവർ പ്രതീക്ഷ വയ്ക്കുന്നത്. പക്ഷേ എല്ലാ വാർഡുകളിലും 101 വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരത്തിന് അവർ ഇറങ്ങിയിട്ടുമുണ്ട്. സമാനമായി തന്നെ NDAയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ 35 സീറ്റുകൾ, അതായത് നിലവിലിപ്പോൾ 34 സീറ്റുകൾ BJPയുടെ കൈകളിൽ സുരക്ഷിതമാണ്. ആ സുരക്ഷിതമായ വാർഡുകൾക്കൊപ്പം മറ്റു വാർഡുകൾ ഏകദേശം 30ഓളം വാർഡുകൾ ഇനിയും അധികമായി പിടിക്കുമെന്നുള്ളതാണ് BJP പറയുന്നത്. അത് അവകാശവാദം എന്നതിനപ്പുറം അവരുടെ ഒരു കോൺഫിഡൻസ് ആണ്. പല മേഖലകളിലും BJPക്കുള്ള സ്വാധീനമാണ്. പ്രത്യേകിച്ച് നേമം പോലൊരു നിയോജക മണ്ഡലത്തിലെ പല വാർഡുകളിലും BJPക്ക് ഒപ്പമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ ആ ഒരു പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയൊക്കെ നില നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ BJP ഭരിക്കുന്നില്ല എങ്കിൽ പോലും ജില്ലാ പഞ്ചായത്തിലും പ്രതീക്ഷ പല ഡിവിഷനുകളിലും BJP പങ്കുവെക്കുന്നുണ്ട്. അതായത് ഒരു വികസിത അനന്തപുരി, അത് ജില്ലാ, ബ്ലോക്ക്, തദ്ദേശമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രതീക്ഷയാണ് BJP വെക്കുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ്. ഇനി 8 മണി വരെ ആദ്യ ഫലസൂചനകൾ 8 മണിയോടുകൂടി വരും. ഏകദേശം ഒരു 10-11 മണിയോടുകൂടി ഒരു പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലിലേക്കും ഒരു വിശദീകരണത്തിലേക്കും ഒക്കെ നമുക്ക് എത്താൻ സാധിക്കും. ഒരു അവസാനഘട്ട തെരഞ്ഞെടുപ്പ് ഫലം ഒരു ഉച്ചയോടുകൂടി തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. എന്നാലും സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. കാത്തിരിക്കുകയാണ്. ഇനി വരുന്ന 5 വർഷം തലസ്ഥാനം ആര് ഭരിക്കും, തലസ്ഥാനത്തിന്റെ തിലകക്കുറി. സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് കടമെടുക്കുകയാണെങ്കിൽ തിലകമണിയും എന്ന് പറഞ്ഞിട്ടുണ്ട് BJPയുടെ മുതിർന്ന നേതാവ്. ഒപ്പം അതിനപ്പുറം കേന്ദ്രമന്ത്രി കൂടിയായ അദ്ദേഹം കഴിഞ്ഞ ദിവസം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ തിരുവനന്തപുരം തിലകം അണിയുമെന്നുള്ളതാണ്. ആ തിലകം അണിയുമോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതായിരിക്കുമോ ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരു സസ്പെൻസുകളൊക്കെ നമുക്ക് നല്ല അല്പസമയത്തിനകം പറയാം. എന്നാലും 101 വാർഡുകളാണ്. ആ 101 വാർഡുകളിൽ ആരായിരിക്കും ഇത്തവണ ഭരണം പിടിക്കുക, നഗരസഭയിൽ ആര് ഭരിക്കും, ഒപ്പം തന്നെ ആരായിരിക്കും ആ മേയർ കസേരയിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ അറിയാനൊക്കെ വളരെ ചുരുക്കം സമയമേ ഉള്ളൂ. എന്തായാലും ഓർഡർ വെച്ച് തന്നെ 1-2 എന്നുള്ള ഓർഡർ വെച്ച് തന്നെയാണ് നഗരസഭയുടെ വാർഡുകളുടെ വോട്ടുകൾ എണ്ണാൻ പോകുന്നത്. എന്തായാലും പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. അവസാന മണിക്കൂറിലും കണക്കുകൂട്ടലുകളും പ്രതീക്ഷയിലുമാണ് ഓരോ നേതാക്കന്മാർ. അതെ, തീർച്ചയായും ശാലിനി പറഞ്ഞതുപോലെ ആ സസ്പെൻസ് ഇനി മാറാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ.